ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ സിനിമയാണിത്. സബ്വേ അടുത്തെത്തിയപ്പോൾ നിലത്തൊരു തീ പടർന്നു. ആ സ്ത്രീയെ നിരവധി പ്രേത കൈകൾ വലിച്ചിഴച്ചുകൊണ്ടിരുന്നു. കാമുകൻ ഭയന്നുവിറച്ചു. സബ്വേ പെട്ടെന്ന് അവളുടെ തലയിലൂടെ കടന്നുപോയി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബ്രൗണിനെ ദുഷ്ടാത്മാക്കൾ നരകത്തിലേക്ക് വലിച്ചിഴച്ചു. ബ്രൗൺ ഒരു ബാങ്കിലെ ജീവനക്കാരിയായിരുന്നു. ഒരു ദിവസം ഗണീഷ് എന്ന ഒരു വൃദ്ധ വന്നു. ഒരു വീട് വാങ്ങാൻ വായ്പ എടുക്കാൻ ആഗ്രഹിച്ചു. ബ്രൗൺ രേഖകൾ നോക്കി പറഞ്ഞു, ക്ഷമിക്കണം വൃദ്ധ, നിങ്ങൾക്ക് ശരിക്കും പ്രായമായി. നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് പണം കടം വാങ്ങാൻ കഴിയില്ല. അവൾക്ക് വായ്പ ലഭിക്കില്ലെന്ന് കേട്ടപ്പോൾ അവൾ അസ്വസ്ഥയായി. അയാൾക്ക് കുട്ടികളില്ലെന്ന് പറഞ്ഞു. കണ്ണിൽ കണ്ണീരോടെ മുട്ടുകുത്തി ബ്രൗണിനോട് യാചിച്ചാലും പക്ഷേ ബാങ്കിലെ ഒരു ചെറിയ ജീവനക്കാരനെന്ന നിലയിൽ ബ്രൗണിന് ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമാണ്. ഞാൻ ഒരു ആത്മാഭിമാനമുള്ള വ്യക്തിയാണെന്ന് ഗണേഷ് പറഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഭയന്ന് ബ്രൗൺ സുരക്ഷാ ജീവനക്കാരനെ വിളിച്ചു. വൃദ്ധനായ ഗണേശൻ പറഞ്ഞു, നീ കഴിഞ്ഞു. ബ്രൗൺ എന്തോ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ അത് കേട്ടു. പക്ഷേ ഗണേഷ് അവനെ ജീവനോടെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ തുടങ്ങി. ഭാഗ്യവശാൽ സെക്യൂരിറ്റി ഗാർഡ് അവളെ കൃത്യസമയത്ത് പുറത്തെടുത്തു. അത് അവളുടെ കൃത്യസമയത്ത് അവളെ പുറത്തെടുക്കുന്നതിന്റെ തുടക്കം മാത്രമായിരുന്നു. അത് അവളുടെ പേടിസ്വപ്നത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. വൈകുന്നേരം ബ്രൗൺ ജോലി കഴിഞ്ഞു പോയതിന് തൊട്ടുപിന്നാലെ അവൾ എന്തോ വിചിത്രമായി ശ്രദ്ധിച്ചു. ഒരു തൂവാല പതുക്കെ അവളുടെ നേരെ പൊങ്ങിവരുന്നു. അവൾ അത് ശ്രദ്ധയോടെ വീക്ഷിച്ചു. എന്നാൽ പെട്ടെന്ന് തൂവാല വീണ്ടും കാറിൽ നിന്ന് നീങ്ങാൻ തുടങ്ങി. വെളിച്ചത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പിൻസീറ്റിൽ എവിടെ നിന്നോ ഗണീഷ് പ്രത്യക്ഷപ്പെട്ടു. വലതു കൈകൊണ്ട് അവൾ ബ്രൗണിന്റെ മുടിയിൽ പിടിച്ചു. ഇടതു കൈകൊണ്ട് അവളുടെ കമ്മൽ വലിച്ചു. ബ്രൗൺ വേദന കൊണ്ട് നിലവിളിച്ചു. കൃത്യസമയത്ത് അവൾ ഒരു സ്റ്റാപ്ലർ കണ്ടെത്തി. അത് പുറത്തെടുക്കാനെടുത്തു. ഗണേശും ദുർബലനായിരുന്നില്ല. പെട്ടെന്ന് ബ്രൗണിനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. വഴക്കിനിടയിൽ ബ്രൗൺ അബദ്ധത്തിൽ കാർ സ്റ്റാർട്ട് ചെയ്തു. ആഘാതത്തിന്റെ നിമിഷത്തിൽ ബ്രൗൺ കൃത്യസമയത്ത് വളഞ്ഞു. ഗണേശ് കൂടുതൽ ഭ്രാന്തനാണ്. ഈ രംഗം 4 വാക്കുകളിൽ മാത്രമേ വിവരിക്കാൻ കഴിയൂ. വളരെ വെറുപ്പുളവാക്കുന്ന തരത്തിൽ ബ്രൗൺ അവളെ ചവിട്ടി വീഴ്ത്തി. എല്ലാം അവസാനിച്ചുവെന്ന് കരുതി അപ്രതീക്ഷിതമായി ഗണേഷ് ഒരു പാറക്കല്ല് എടുത്ത് കാറിന്റെ ചില്ല് തകർത്തു. ബ്രൗണിനെ ശക്തമായി പുറത്തെടുത്തു. പക്ഷേ ഇത്തവണ അവൾക്ക് പരിക്കില്ല. ബ്രൗൺ പക്ഷേ അവളുടെ വസ്ത്രത്തിന്റെ ബട്ടണുകൾ ഊരിമാറ്റി. അവൾ ബട്ടണിൽ ഒരു ശാപം ചൊല്ലി. ശാപം ചൊല്ലിയ ശേഷം അവൾ ദുർഗന്ധം ശ്വസിച്ചു. തുടർന്ന് ബട്ടൺ ബ്രൗണിനോട് തിരികെ പോയി. നിങ്ങൾ എന്നോട് യാചിക്കാൻ വരാൻ അധികം സമയമെടുക്കില്ലെന്ന് പറഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ അടുത്ത ദിവസം അവളുടെ വാതിലിന് പുറത്ത് ഒരു ഭയാനകമായ നിഴൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ഒരു കാറ്റ് വീശിയടിച്ച് ബ്രൗണിനെ അവളുടെ വീട്ടിൽ കുഴപ്പമുണ്ടാക്കി. അത് എന്തുകൊണ്ടെന്ന് കണ്ടെത്താൻ അവൾ തന്റെ കാമുകനെ പുരോഹിതന്റെ അടുത്തേക്ക് പിന്തുടർന്നു. എന്നാൽ പുരോഹിതൻ അവളുടെ മേൽക്കൈ വെച്ചയുടനെ പിശാച് അവളുടെ ശരീരത്തിൽ ചുറ്റിത്തിരിയുന്നത് പുരോഹിതൻ കണ്ടു. അടുത്ത നിമിഷം പുരോഹിതൻ വളരെ ഭയന്നുപോയി അവളെ പറഞ്ഞയച്ചു. ബ്രൗണിന് ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. തീർച്ചയായും അവൾ വീട്ടിലെത്തിയപ്പോൾ വിചിത്രമായ എന്തോ സംഭവിച്ചു. ഒരു ഈച്ച ബ്രൗണിന്റെ മുഖത്തേക്കും പിന്നീട് അവളുടെ നാസാരന്ധ്രങ്ങളിലേക്കും പറന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അത് മറ്റേ നാസാരന്ധ്രത്തിൽ നിന്ന് പുറത്തുവന്നു. പക്ഷേ ബ്രൗൺ ഇപ്പോഴും ഒരു പന്നിയെപ്പോലെ ഉറങ്ങുകയായിരുന്നു. അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഭയപ്പെടുത്തുന്ന ഭാഗം ഇതുവരെ വന്നിട്ടില്ല. ഈച്ച അവളുടെ വായിൽ കയറി. ഒടുവിൽ ബ്രൗൺ ഉണർന്നു. അസാധാരണമായി ഒന്നുമില്ലെന്ന് കണ്ടു. അങ്ങനെ അവൻ കിടന്നുറങ്ങാൻ തയ്യാറായി. എന്നാൽ ഗണീഷ് പെട്ടെന്ന് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവളെ ശക്തമായി കടിച്ചു. ബ്രൗൺ ഭയന്ന് അലറി വിളിച്ചു. പിന്നീട് ഗണീഷ് പല തിരിച്ചറിയാത്ത വസ്തുക്കളും പുറത്തേക്ക് തുപ്പി. പിറ്റേന്ന് ബ്രൗൺ സുഖം പ്രാപിച്ചു. അത് അയാളുടെ തന്നെ ഒരു ഭ്രമാത്മകതയായി മാറി. പ്രഭാതഭക്ഷണ സമയത്ത് ബ്രെഡിൽ എന്തോ ഉണ്ടെന്ന് ബ്രൗൺ ശ്രദ്ധിച്ചു. തുറന്നു നോക്കിയപ്പോൾ ഉള്ളിലെ ബ്രെഡിന് ഒരു കണ്ണുണ്ട്. ബ്രൗൺ വളരെ ഭയന്ന് അതിൽ ഒരു നാൽക്കവല കുത്തി. ബ്രെഡിൽ തക്കാളി ജ്യൂസ് ഒഴുകി. ബാങ്കിലെത്തിയപ്പോൾ ബ്രൗൺ ജോലിക്ക് പോകാൻ തയ്യാറായി. പെട്ടെന്ന് അവന്റെ വയറ്റിൽ ഒരു ഈച്ച അനങ്ങുന്നത് അയാൾക്ക് അനുഭവപ്പെട്ടു. താമസിയാതെ ബ്രൗണിന് വിശദീകരിക്കാനാവാത്ത മൂക്കിൽ നിന്ന് രക്തസ്രാവമുണ്ടായി. മാനേജർ അവനെ ഓർമ്മിപ്പിക്കാൻ വന്നു. ടിഷ്യൂകൾ അയച്ചു. പക്ഷേ അവന്റെ മുഖത്ത് തക്കാളി ജ്യൂസ് തളിച്ചു. പിറ്റേന്ന് രാത്രി വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു കാറ്റ് എപ്പോഴും ബ്രൗണിനെ പിന്തുടർന്നു. കാരണം അവൾ ഗണേശനിൽ നിന്നുള്ള ഒരു വൃദ്ധനെ വ്രണപ്പെടുത്തിയിരുന്നു. അവൾ അവളുടെ മേൽ ഒരു ശാപം വെച്ചു. അതിനാൽ ബ്രൗൺ വൃദ്ധനെ കണ്ടെത്താൻ തീരുമാനിച്ചു. അവൾ ഗണേഷിന്റെ വീട്ടിലെത്തി. അവിടെ ബ്രൗൺ കുടുംബം ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് കണ്ടു. പക്ഷേ ഫോട്ടോകൾ കണ്ടപ്പോൾ ഗണേഷ് ഒരു വിചിത്രമായ രീതിയിൽ മരിച്ചുവെന്ന് അവൾ മനസ്സിലാക്കി. ബ്രൗൺ ഭയന്ന് പിന്നിലേക്ക് കാലെടുത്തുവെച്ച് ഗണേഷിന്റെ ദേഹത്തേക്ക് വീണു. വിചിത്രമെന്നു പറയട്ടെ, മേശ പൊട്ടി വീണ ശരീരം അവളെ ചതച്ചു. പലപ്പോഴും ദുരാത്മാക്കൾ വേട്ടയാടുന്ന ബ്രൗൺ വീണ്ടും പുരോഹിതനെ കണ്ടെത്തുന്നു. ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾക്ക് ശേഷം പുരോഹിതൻ ഒരു പരിഹാരം വാഗ്ദാനം ചെയ്തു. ശപിക്കപ്പെട്ട കൈപ്പിടി മരിച്ച ഗണേഷിന് തിരികെ അയക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രൗൺ നിരാശനായി. അത് ചെയ്യേണ്ടി വന്നു. ദുരാത്മാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്രൗൺ ഗണേഷിന്റെ ശവക്കുഴി കുഴിച്ച് കൈപ്പിടി അവൾക്ക് തിരികെ നൽകാൻ തയ്യാറെടുക്കുന്നു. വിചിത്രമെന്നു പറയട്ടെ, ഗണേഷിന്റെ കൈകൾ മുറുകെ അടച്ചിരുന്നു. ബ്രൗണിന് അത് അകത്താക്കാൻ കഴിഞ്ഞില്ല. നിരാശയോടെ അവൾ ഒരു കോരിക എടുത്ത് ഗണേശന്റെ വായ തുറന്നു. പിന്നെ ബക്കിൾ എടുത്ത് ബ്രൗൺ പറഞ്ഞു, ഞാൻ ഔദ്യോഗികമായി ആ ബക്കിൾ നിങ്ങൾക്ക് തിരികെ തരാം. ഗണേശനെ എന്നെ ശല്യപ്പെടുത്തരുത്. ഗണേശൻ പതുക്കെ വെള്ളത്തിൽ മുങ്ങുന്നത് കാണുക.
ബ്രൗൺ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. പക്ഷേ അവളെ അത്ഭുതപ്പെടുത്തി, മഴവെള്ളം വേഗത്തിൽ കുഴിയിലേക്ക് ഒഴുകി. അവൾ എത്ര ശക്തമായി തള്ളിയാലും അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഗണീഷ് പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ബ്രൗണിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. ബ്രൗൺ വളരെ ഭയന്ന് ബോധം കെട്ടു വീണു. വീണ്ടും കയറാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അപ്പോഴേക്കും ശവകുടീരം ഇടിഞ്ഞു വീണു. പെട്ടെന്ന് ബ്രൗൺ പരിക്കേൽക്കാതെ മുകളിലേക്ക് കയറി. പക്ഷേ അവളുടെ യാത്രാ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടു. ബ്രൗൺ വീണ്ടും പുരോഹിതനെ കണ്ടെത്തി. പക്ഷേ പുരോഹിതൻ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവളെ തന്റെ യജമാനന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ബ്രൗണിനോട് വിലയേറിയ ഒരു ഫീസ് തയ്യാറാക്കാൻ പറഞ്ഞു. താമസിയാതെ അവർ ക്ഷേത്രമാതാവിന്റെ സ്ഥലത്തെത്തി. സംഭവത്തിന്റെ കാരണം മനസ്സിലാക്കിയ ശേഷം ദേവമാതാവ് ഒരു ആടിനെ കൊണ്ടുവന്നു. ദുരാത്മാവ് തന്റെ ശരീരം കൈവശപ്പെടുത്തണമെന്നും പിന്നീട് അത് ആടിലേക്ക് മാറ്റണമെന്നും അവൾ ആഗ്രഹിച്ചു. ആടിനെ കൊല്ലാൻ ശരിയായ സമയം കാണുന്നിടത്തോളം ദുരാത്മാവിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും. ഇത് പറഞ്ഞതിനുശേഷം അവർ കൈകൾ പിടിച്ച് മന്ത്രം ചൊല്ലാൻ ദിവ്യസ്ത്രീയെ പിന്തുടർന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9. മന്ത്രവാദത്തിന്റെ അവസാനം ദുരാത്മാവ് ദേവമാതാവിന്റെ ശരീരത്തിൽ ശരിക്കും ചേർന്നിരുന്നു. ബ്രൗൺ തിടുക്കത്തിൽ ആടിന്റെ തലയിൽ കൈ അമർത്തി. അപ്പോഴാണ് താൻ ആടിൽ കുടുങ്ങിയതായി ദുഷ്ടാത്മാവ് മനസ്സിലാക്കിയത്. ഡാജുൻ ആടിനെ വെട്ടി. പക്ഷേ അബദ്ധത്തിൽ തെറ്റായ വഴിയിൽ മുറിഞ്ഞു, കൈ കടിച്ചു. പിന്നെ ദുഷ്ടാത്മാവ് ഡാജുന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു. ദുഷ്ടാത്മാവ് ജനക്കൂട്ടത്തെ ആക്രമിച്ചപ്പോൾ ദേവമാതാവ് കൃത്യസമയത്ത് ഉണർന്നു. കൈയുടെ ഒരു ചെറിയ തിരമാലയോടെ ദുഷ്ടാത്മാക്കൾ ഓടിച്ചുകളഞ്ഞു. ഒടുവിൽ താൻ ദുഷ്ടാത്മാക്കളിൽ നിന്ന് മുക്തയായത് കണ്ട് ബ്രൗൺ സന്തോഷിച്ചു. പിറ്റേന്ന് അവൾ തന്റെ കാമുകനെ അവധിക്കാലത്ത് കൊണ്ടുപോയി. പക്ഷേ അയാൾ പരിചിതമായ ഒരു കവർ പുറത്തെടുത്തു. ബ്രൗൺ ശവക്കുഴി കുഴിക്കാൻ പോയി. അബദ്ധത്തിൽ തെറ്റായ കവർ എടുത്തു. പരിചിതമായ ബക്കിൾ വീണ്ടും കണ്ടപ്പോൾ ബ്രൗൺ പൂർണ്ണമായും തകർന്നു. അത് എങ്ങനെ സംഭവിക്കുമെന്ന് ബ്രൗൺ പറഞ്ഞു. ഇടിച്ചുകയറുന്ന ബ്രൗൺ പിന്നോട്ടു പോയി ട്രാക്കുകളിൽ വീണു. പിന്നെ ദുഷ്ടാത്മാക്കൾ നരകത്തിലേക്ക് കൊണ്ടുപോയി. ഇതാണ് സിനിമയുടെ അവസാനം.